ഇത് നമുക്ക് കപ്പപ്പൊടി അല്ലെങ്കിൽ കൊള്ളിപ്പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇതേപോലെ കപ്പപ്പൊടി അല്ലെങ്കിൽ കൊള്ളിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരുവിധെല്ലാ സ്റ്റേഷനറി കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഏറ്റാദ്യം വാട്ടും, അത് കഴിഞ്ഞിട്ട് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കും, അത് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് എടുക്കുന്ന പൊടിയാണ് ഈ കപ്പപ്പൊടി. അപ്പോൾ സാധാരണ നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ആ നൂഡിൽസിൽ ചെറുതായിട്ടൊരു സ്റ്റാർച്ച് പോലെ ഉണ്ടാവും. ഇതേപോലെ കപ്പപ്പൊടി വെച്ചിട്ട് കപ്പയിൽ ഓൾറെഡി സ്റ്റാർച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഈ കപ്പപ്പൊടി വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ ചെറുതായിട്ട് സ്റ്റാർച്ച് പോലെ ഉണ്ടാവും. പിന്നെ ഇത് വെറുതെ കഴിക്കാനായിരുന്നാലും നൂഡിൽസ് ആക്കി കഴിഞ്ഞിട്ട് വെറുതെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ്റെ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേരേക്ക് വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നിങ്ങൾ മാവ് കുഴച്ചിട്ട് എടുക്കുമ്പോൾ ചപ്പാത്തി കുഴച്ചിട്ട് എടുക്കുന്ന പോലെ കുഴച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ നൂഡിൽസ് ആക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ടാണ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടിയിട്ടാണ് സ്റ്റിക്കി ആയി പോകും. പിന്നെ ചിറ്റിച്ചിട്ട് എടുക്കുന്ന സമയത്തായിരുന്നാലും ഒരു ലെയർ അല്ലെങ്കിൽ 2 ലെയർ, അതിൽ കൂടുതൽ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചിറ്റിച്ചാലും ഇതെല്ലാം കൂടിയിട്ടാണ് സ്റ്റിക്കി പോലെ ഇരിക്കും. ലാസ്റ്റ് നമുക്കത് വിടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന്ന് റെഡിയാക്കുന്നത്. ഇത് നൂഡിൽസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിവിടെ മൈദപ്പൊടി 1 കപ്പ് എടുക്കുമ്പോൾ ഈ കൊള്ളിപ്പൊടി 1 കപ്പ് എടുക്കുന്നുണ്ട്. ഈ പൊടി വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇത് 1 കപ്പിൻ്റെ മെഷറിങ് കപ്പാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പൊരിയും കൊണ്ട് പാലിലിടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കപ്പ് കാണുമ്പോൾ ഭയങ്കര ചെറുതുപോലെയാണല്ലോ തോന്നണത്, ഇത് ശരിക്കും 1 കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 250 ml കപ്പാണിത്. ഇത് ശരിക്കും 1 കപ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നുന്നതായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഇതേപോലെ ഇങ്ങനത്തെ മെഷറിങ് കപ്പും ഉണ്ട്. അപ്പം ഇതിലേക്ക് നമ്മളും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ പൊടി 1 കപ്പ് ഇതിനകത്തുണ്ടാവും. ഇത് രണ്ടും 250 ml കപ്പാണിത്. ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്കത് ചെറുതുപോലെ തോന്നുന്നതാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ അങ്ങനെ മെഷറിങ് കപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങളൊരു ഗ്ലാസ്സിൽ 1 കപ്പ് പൊടി എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ സെയിം കപ്പിൽ തന്നെ ഈ കപ്പപ്പൊടി 1 കപ്പ് എടുക്കുക. ഈ 1 കപ്പ് കപ്പപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ ഇത് കുഴച്ചിട്ട് എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് എല്ലാ വെള്ളം കൂട്ടിയിട്ട് ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിവിടെ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് സേവനാഴിയിലിട്ടിട്ട് ചിറ്റിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഇങ്ങനെ 2 അച്ചുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ചെറിയ ചെറിയ ഓട്ടയുള്ള അച്ഛനത്. ഇത് സാധാരണ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും കുറച്ച് ചെറുത് തന്നെയാണ്, പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ മാവ് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഈ സേവനാഴിയിൽ ഫില്ല് ചെയ്യുക. അത് എന്തോരം സേവനാഴിയിൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ഒറ്റ ട്രിപ്പിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഏത് നേരം നമുക്ക് തുറക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇത് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ കുറച്ചിട്ടിട്ട് നിങ്ങളൊന്ന് തിരിപ്പിച്ച് നോക്കുക. അപ്പോൾ തിരിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡാണ്. തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കുറഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തിരിപ്പിക്കുന്ന സമയത്ത് നൂല് പോലെ വീഴണില്ല, അങ്ങനെ വിട്ട് വിട്ട് പോകാമെന്നുണ്ടെങ്കിൽ അത് വെള്ളം കൂടിയിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. അത് ഒരു പ്രാവശ്യം നമുക്കൊന്ന് ചിറ്റിച്ച് നോക്കാം, ഇത് കറക്റ്റ് അളവാണോ എന്നറിയാലോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ വീഴണം.
ഇനി ഇത് ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ഇത് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നിങ്ങൾ ചിറ്റിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് കനത്തിൽ ചിറ്റിക്കണ്ട, ഒരു 2 ലെയറൊക്കെ ചിറ്റിച്ചാൽ മതി. ഈ തട്ടിലായിരുന്നാലും ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിറ്റിച്ചിട്ട് എടുക്കുക. ഇത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും ആവിയോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഫില്ല് ചെയ്തത് കഴിയുമ്പോൾ അതിനകത്ത് നിറച്ചും ഫില്ല് ചെയ്യുക. ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാനിൽ കുറച്ച് വെള്ളം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ചിറ്റിച്ചിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും വേവിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ആവിയിൽ വേവിച്ചെടുക്കണ പോലെ വേവിച്ചെടുക്കുക. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം വേണ്ട, 1/4 ഭാഗത്തിനേക്കാളും പകുതി വെള്ളം മതിയാവും. പിന്നെ ഓരോ പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വെള്ളം ഇതിനകത്ത് വറ്റി പോയിട്ടുണ്ടോ എന്നുള്ളത്. ഈ തീ ഓണാക്കാം. ഇത് മൂടി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് തട്ട് വയ്ക്കുക. ഇത് പിന്നെ അധികം കനം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടിയിൽ തട്ടില്ല, അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് തട്ടും. അപ്പോൾ ഇതിങ്ങനെ തിരിപ്പിച്ച് വെക്കണം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇത് മൂടി വയ്ക്കുക. ഇതിൽ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡിയായി കിട്ടും. ഇതിങ്ങനെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ വിടാണ്ട് ഇതേപോലെ ഇങ്ങനെ നല്ല സ്പ്രിങ് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചിറ്റിച്ചിട്ട് അതേപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കട്ട പിടിച്ച പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് വിടിയിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ വിടിയിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളിത് ചിറ്റിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ലെയറിൽ ഇത് ചിറ്റിക്കാൻ പാടില്ല. അതിന് ചിറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതേപോലെ ലെയറാക്കി എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് കട്ട പിടിച്ച പോലെയാവും. പിന്നെ ഇത് കപ്പപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച വരേക്കും ഇത് കേടാവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.